വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കണ്ണിമീൻ കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു തക്കാളിയും പുളിയും ഒന്നും ചേർക്കാതെ തനി ഒരു നാടൻ സ്റ്റൈലിൽ അതിൻ്റെ തനത് ടേസ്റ്റ് വരുന്ന രീതിയിൽ ഒരു സിമ്പിളായിട്ടൊരു മൊളീഷൻ വെച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതാ. അപ്പോൾ ഇനി നമുക്ക് അരവൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, 1/2 സ്പൂണ് ഉപ്പും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണ്ടുന്നവർക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്, ലേശം കറിവേപ്പിലയും തൂക്കിക്കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിന് അത്ര വേവൊന്നുമില്ല, കുഞ്ഞു മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു തിളച്ച് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് കുറച്ച് നേരം കൂടെ അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനെയും കൂടെ ഞാനിങ്ങനെ കാണിച്ചു തരികയാണ്. എല്ലാം വെന്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനി നമുക്ക് അതിനെ വെള്ളത്തിലൊന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് വെള്ളം അധികം വെച്ചിട്ടുണ്ട് ഞാൻ, ഒരു ചാറായിട്ട് കൂട്ടണം എന്നുള്ള രീതിയിൽ കുറച്ചധികം വെള്ളം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ലേശം ഉള്ളിയും 1/2 കഷ്ണം ഉള്ളിയും ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും, ഒരു 4-5 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞ് ചതച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കറി റെഡി ആയിട്ടുണ്ട്, മൊളീഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന, ഇതിൻ്റെ രുചി ഒട്ടും കുറയാത്ത രീതിയിലാണ് ഇതുണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കുഞ്ഞു മീനൊക്കെ കിട്ടുവാണെങ്കിൽ അധികം പുളിയും തക്കാളിയൊന്നും ഒഴിച്ച് അതിൻ്റെ ടേസ്റ്റ് കുറയാണ്ട് ഇതുപോലെ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ദോശക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല കറി തന്നെയാണിത്. ചോറിന് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഈ സമയത്ത്, മഴ സമയത്ത് ഇങ്ങനെ കുഞ്ഞു മീനുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്, കുഞ്ഞു ചെമ്മീനുകളും. പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണിമീൻ നമ്മളൊക്കെ അവിടെ പറയുന്നത് നത്തലിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അതും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് വറുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഒരു വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാനൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് തിളപ്പിക്കുകയേ വേണ്ടൂ, അല്ലാതെ നിങ്ങൾ ഒത്തിരി നേരം വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മീനുകളൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ആദ്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.